ഹലോ, ഞങ്ങൾ അയ്യപ്പൻ വിളക്ക് കാണാൻ പോവാണ് കേട്ടോ. എൻ്റെ ബാഗ്, അമ്മയുടെ ബാഗ് ഞാൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് അവനാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത്. ഞാനുണ്ട്, മാളും ഉണ്ട്, പൊന്നുട്ടുണ്ട്, പിന്നെ അഞ്ചിമ്മയും വിച്ചിട്ടനും ഉണ്ട് കേട്ടോ. അനിയത്തിമാരാണേ. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ബാക്കിൽ ഒരു പുഴയുണ്ട്. പുഴയുടെ അപ്പുറത്ത് ഒരു അമ്പലം ഉണ്ട്. ഞങ്ങൾ അക്കര അമ്പലം എന്ന് പറയുന്നത് മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ അയ്യപ്പൻ വിളക്ക് കാണാനായിട്ടോ പാടുന്നത്. ഗംഭീര അയ്യപ്പൻ വിളക്കാണ് കേട്ടോ അവിടെ നടക്കുന്നത്. ഇഷ്ടം പ്രകാരം ആളുകൾ ഉണ്ടാവും കേട്ടോ. ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കും പോയിട്ടുണ്ടായിരുന്നു. വൈകിട്ടത്തെ ഈ പരിപാടിക്കാണ് പോയത് കേട്ടോ. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാ സ്വാമിമാരുടെ ഇതൊക്കെ എന്ത് കഴിവാണല്ലോ ഇങ്ങനെയൊക്കെ അലങ്കരിച്ച് വെക്കുന്നത്. ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ അവിടെ ഭജന ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം നിന്നു. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണല്ലോ ഞങ്ങളവിടെ പാലക്കൊമ്പ് എഴുന്നള്ളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അത് വരുന്നു. പിന്നെ അവിടെ സദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ സദ്യക്ക് നിന്നു. ഇപ്പോൾ സദ്യ കഴിക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ പാലക്കൊമ്പ് എഴുന്നള്ളിക്കുന്നത് വരുന്നുണ്ടായിരുന്നു. അത് ഗ്രാമംകുളം അമ്പലത്തിൽ നിന്നാണ് കേട്ടോ. അത് അതിൻ്റെ എഴുന്നള്ളിപ്പ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒരു അയ്യപ്പൻ്റെ ഇങ്ങനെ ഒരു ശില്പമൊക്കെ വെച്ചിട്ടൊരു ശിവലിംഗത്തുമുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കാവടികളുണ്ടായിരുന്നു. കാവടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ ഇരുട്ടത്തെ അതിങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൽ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം അതൊക്കെ കണ്ടു നിന്നു. നല്ല രസമല്ല അത് കണ്ടിരിക്കാൻ. അതും ഇരുട്ടാവുമ്പോൾ കൂടുതലായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഒറ്റ ഭംഗി തരുന്നത്. അത് കുറേ നേരം കണ്ടതിന് ശേഷം പിന്നെ അതിൻ്റെ പുറകിൽ ആനയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആന ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ബാക്കിലോട്ടാണ് നിൽക്കുന്നത്. കാരണം ആന എപ്പോഴാണ് തിരിയുക, എന്താ സംഭവിക്കുക എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഉടുക്കുട്ടൻ പാട്ട്, തുള്ളൽ, നാദസ്വരം എല്ലാം ഉണ്ടായിരുന്നു. ഇതാണ്ട പാലക്കൊമ്പ് എഴുന്നള്ളിക്കാന്ന് പറഞ്ഞാൽ പാലക്കൊമ്പ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പുറകിലും അയ്യപ്പസ്വാമിയുടെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ട് നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഒന്നും കൂടെ നീങ്ങി നിന്നു കേട്ടോ. കാരണം ആന കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ആന പോയി നിന്നിട്ട് ആന ഒന്ന് സൈഡിലേക്ക് തിരിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഓടിയിട്ട് ഭയങ്കര തിക്കും തള്ളും തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഓൾറെഡി ഇത്തിരി ബാക്കിലോട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. കാരണം കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നതല്ലേ. അപ്പോൾ ഓടാനൊന്നും ഭയങ്കര പണിയായിരിക്കും. 3 ആനയുണ്ട്. അപ്പോൾ ആനേനെ എപ്പോഴും നമുക്ക് അറിയില്ലല്ലോ അവരുടെ സ്വഭാവമൊക്കെ മാറാമെന്ന്. 3 ആനയുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പഞ്ചവാദ്യം എല്ലാം ഉണ്ടായിരുന്നു. പഞ്ചാരിമേളമൊക്കെ ഉണ്ടായിരുന്നു. അത് കുറേ നേരമൊക്കെ കണ്ട് നിന്നതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. ഇതകത്തേക്ക് കയറാനൊന്നും ഞങ്ങൾ കാത്തു നിന്നില്ല. ഞങ്ങൾ പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പോകുന്നു. കാരണം പൊന്നുട്ടനെ എടുത്ത് നിന്ന് എൻ്റെ കൈയൊക്കെ ഭയങ്കര വേദന എടുക്കുന്നുണ്ടായിരുന്നു. തിക്കും തിരക്കില്ല. അപ്പോൾ കുട്ടികളിങ്ങനെ നിലത്ത് നിർത്താൻ പറ്റില്ല. അപ്പോൾ എടുത്ത് നിന്നുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കണ്ടതിന് ശേഷം ഈ പാഞ്ചാരിമേളം കൊട്ടുന്ന സമയത്ത് ഈ ആലവട്ടമൊക്കെ തിരിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം ഒന്ന് എടുത്തതാണ്. അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. എല്ലാ കൊല്ലം ഗംഭീര അയ്യപ്പൻ വിളക്കാണ് കേട്ടോ ഇവിടെ ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ ഗംഭീര അയ്യപ്പൻ വിളക്കാണ് ഉണ്ടാവുന്നത്. എവിടെ എന്തോ എത്രമാത്രം ജനങ്ങളായിരിക്കും എന്ന് അറിയാം. കുറേ ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു പൂരം കാണുന്ന അതേ പ്രതീതി പോലെയാണ്. കാരണം അത്രയും ജനങ്ങളുണ്ട്. ഞാനും വിചാരിക്കാറുണ്ട് എവിടുന്ന് ഇത്രമാത്രം ജനങ്ങൾ ഇങ്ങനെ വരുന്നതെന്നൊക്കെ വിചാരിക്കാറുണ്ട് കേട്ടോ. അത്രയും ജനങ്ങളാണ് ഉണ്ടാവുന്നത്. പിന്നെ അയ്യപ്പൻ വിളക്കാണല്ലോ. പിന്നെ അയ്യപ്പന്മാരും കുറേ ഉണ്ടായിരുന്നു. അപ്പം എല്ലാം കണ്ട് ഞങ്ങൾ പോന്നു. പിന്നെ ഇത് ഞങ്ങൾ അക്കരമ്പലം എന്നാട്ടോ പറയുന്നത്. ഞങ്ങൾ പുഴയുടെ അപ്പുറത്തായതുകൊണ്ട് അക്കരമ്പലം, ഇപ്പുറത്തുള്ളവർക്ക് ഞങ്ങളുടെ അമ്പലം അക്കരമ്പലം. അതുപോലെയാണ് കേട്ടോ. അക്കരമ്പലത്തിൻ്റെ ഉത്സവം ഭയങ്കര ഗംഭീര ഉത്സവം തന്നെയാണ് കേട്ടോ ആവുന്നത്. ഉത്സവമൊക്കെ മാർച്ചിലൊക്കെ ആവുക. ആ സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. പിന്നെ പൊന്നുട്ടന് കളിപ്പാട്ടൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ കട അന്വേഷിച്ച് പോയി കണ്ടോ. പലഹാരത്തിൻ്റെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊന്നും ഞങ്ങൾ മേടിക്കാറില്ല. അതൊന്നും തിന്നില്ല. പിന്നെ വെറുതെ മേടിക്കേണ്ടല്ലോ. പൊരിയാണ് കൂടുതലായിട്ട് മേടിക്കും. പക്ഷെ അതും മേടിച്ചില്ല കേട്ടോ. പിന്നെ അവൻ ഈ ചെണ്ട കേട്ടോ വേണമെന്ന് പറഞ്ഞത്. ഇതിൽ മോട്ടുപട്ടലും ഉണ്ട്, ചോട്ടാ ഭീമൊക്കെ ഉണ്ട് എന്നിട്ട് ഈ ചെണ്ടൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ.